പൂവച്ചലിൽ പട്ടാപ്പകൽ കവർച്ച. 15 പവൻ സ്വർണവും CCTV ക്യാമറയും കവർന്നു. പൂവച്ചൽ കോട്ടക്കുഴിയിൽ ആർമി ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ പട്ടാപ്പകൽ വൻ കവർച്ച. കോട്ടക്കുഴി വാസുദേവത്തിൽ വിവേകിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് അടുക്കളവാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്തു കടന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ വിവേകിന്റെ ഭാര്യ ജയലക്ഷ്മി പഠനാവശ്യത്തിനായി വീട്ടിൽ നിന്ന് പുറത്തുപോയിരുന്നു. വൈകുന്നേരം 4 മണിയോടെ തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അടുക്കളവാതിൽ തകർത്ത നിലയിലും അലമാര കുത്തിപ്പൊളിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. തെളിവ് നശിപ്പിക്കാനായി വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന CCTV ക്യാമറയും മോഷ്ടാവ് അഴിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. വീടിനു പുറകിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പാര ഉപയോഗിച്ചാണ് അടുക്കളവാതിൽ കുത്തി തുറന്നത്. മോഷണത്തിന് ശേഷം വീടിന്റെ മതിലിനോട് ചേർത്ത് ഗ്യാസ് സിലിണ്ടർ വെച്ച് അതിൽ ചവിട്ടിയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ പഠിക്കാൻ പോകും. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ 2 കുഞ്ഞു മക്കളും മാത്രമാണുള്ളത്. എൻ്റെ അമ്മാവൻ്റെ വീട് തൊട്ടടുത്താണ്. ഇപ്പോൾ പഠിക്കാൻ പോയിട്ട് ഹസ്ബൻഡ് ആർമിയിലാണ്. ഞാൻ വൈകിട്ട് 4 മണിയായപ്പോൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഇവിടെ വന്ന് കതവ് തുറന്നപ്പോഴത്തേക്കും ഇവിടെ ലൈറ്റുകൾ എല്ലായിടത്തും കിടക്കുന്നു. അങ്ങനെ ഞാൻ സംശയം തോന്നി നോക്കിയപ്പോഴത്തേക്കും പുറകെ വശത്തെ വാതിൽ പൊളിച്ചിട്ടേക്കായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അലമാരയിൽ വെച്ചിരുന്ന സ്വർണവും 16 പവൻ സ്വർണം കാണാതെ പോയി. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന താലിമാലയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മാല, കുട്ടികളുടെ ചെറിയ ചെറിയ സ്വർണങ്ങൾ, എൻ്റെ ഒരു വള, ഇതെല്ലാമാണ്. പിന്നെ ഒരു ലോക്കറിൻ്റെ താക്കോലുണ്ടായിരുന്നു, അതും കാണാനില്ല. വിവരമറിഞ്ഞ് കാട്ടാക്കട സബ് ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതി വീടിന് സമീപം ഉപേക്ഷിച്ച ഇരുമ്പ് പാര പോലീസ് കണ്ടെടുത്തു. പരിസരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കാട്ടാക്കട പോലീസ് അന്വേഷണം ഊർജിതമാക്കി. GTV ന്യൂസ്, കാട്ടാക്കട.